ഹായ് ഫ്രണ്ട്സ്, ഇതുണ്ടോ? ആക്ച്വലി ഈ മാവിൻ്റെ ചെടി ഞങ്ങൾ ഇട്ടൊന്നുമല്ല കേട്ടോ. അത് തനിയെ കിളുത്ത് വന്നതാണ്. വന്നിട്ടൊരു 3 to 4 years ആയിന്നാണ് തോന്നുന്നത്. ഇത് ഈ പ്രാവശ്യം പൂത്തിരിക്കുന്നു. എത്ര നന്നായിട്ടോ ഭംഗിയായിട്ടോ പൂത്തിരിക്കുന്നത് കണ്ടേ. എല്ലാ കമ്പിലും ഇങ്ങനെ പൂ വന്നിരിക്കുക. നല്ല നല്ല രസമാണ് ഭംഗി കാണാൻ. ഇത് കണ്ടോ, ഏറ്റവും താഴെയാണ്. ഉള്ളിൽ കൂടെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഭംഗിയായിട്ട് ഇങ്ങനെ പൂത്തെടുക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. എന്താ പറയുന്നത്, ഞങ്ങൾ വെച്ചൊന്നുമല്ല, തനിയെ കിളുത്ത് വന്നാണ്. ഇതുപോലെ നന്നായിട്ട് ഭംഗിയായിട്ട് വന്നേക്കുക. ഓക്കെ, എല്ലാം ഇതല്ല ഇങ്ങനെ കൈ എത്തുന്ന അടുത്തൊക്കെ ഇങ്ങനെ തോണ്ടിരിക്കുവാണ്. ഇവിടെ എല്ലാം കമ്പിലും ഉണ്ട് അത്യാവശ്യമായിട്ട്. പിന്നെ ഇത് നോക്കണ്ട, ഇവിടെ ഒരു പപ്പായ ഉണ്ട്. ഇത് തനിയെ സ്വന്തമായിട്ട് കിളുത്ത് വന്നതാണേ. ഇത് വെച്ചൊന്നുമല്ല. പിന്നെ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എൻ്റെ അമ്മച്ചി തന്ന അവിടുത്തെ ചീരയാണ്. അവിടെ എന്ത് പിടിക്കുമെന്നറിയില്ല. ഇവിടെ ഒരു ചീരന്ന് കൊടുത്താണ്, മറ്റേ ഇതൊക്കെ ആയിട്ട് ഇടാൻ, പയറുമായിട്ട് യൂസ് ചെയ്യാൻ. ഇത് ഈ സംഭവം അറിയാമോ? ലെമൺ ഗ്രാസ്. നല്ല ഗുണമുള്ള കക്ഷിയാണ്. അങ്ങനെ ഇന്ന് കുറച്ച് എൻ്റെ ഗാർഡനിലുള്ള ചെറിയ ചെറിയ ചെടികളൊക്കെ കാണിച്ചാൽ കുറച്ചേക്ക്. ഇത് വിറ്റല്ല. ഇത് കണ്ട ചിക്കു, ഞാൻ ഒരു ഫാമിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഹൈബ്രിഡാണ്. പൂ വന്നുകൊണ്ടിരിക്കുക. ഇതേടെ ഒരു തവണ ആക്ച്വലി കായ്ച്ചായിരുന്നു. മീൻസ് കൊണ്ടുവന്നപ്പോൾ ഇതിലൊരു കായ ഉണ്ടായിരുന്നു. അത് ഫ്രൂട്ടായിട്ട് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. നല്ല മധുരമുള്ള ഇതാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ മുളക് ചെടിയുണ്ട്. ഇതാ, പക്ഷെ അതിലിങ്ങനെ ഈ ഉറുമ്പ് കണ്ട എന്തോ പോലെ ഇങ്ങനെ ഉറുമ്പ് കയറിയിരിക്കുവാണ്. ഒരു ഇത് തോന്നില്ല, ഉഷാറ് തോന്നില്ല. ഇതിലിതാ എന്തോ പുഴു കയറിയ പോലെ ഉണ്ട്. ഇത് ഞങ്ങളുടെ സ്വന്തം ബട്ടർ ഫ്രൂട്ട്. ഇത് കിളുത്ത് വന്നാണ്, ഞങ്ങൾ ഇട്ടൊന്നുമല്ല. പിന്നെ ഇത് ലിച്ചി. ഇത്ര ആയുള്ളൂ. ആയി ഒരു 2-3 വർഷമായിന്ന് തോന്നി ഇത് ഇട്ടിട്ട്, നെറ്റ് കഴിഞ്ഞിട്ട്. ഇത്ര ആയിട്ടുള്ളൂ. പക്ഷേ പുതിയതൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, പുതിയ ഇലയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. ഇത് നാരങ്ങ. ഒറ്റ തവണ വന്നിട്ടുള്ളൂ, 2 കണ്ട കിട്ടിയെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വന്നിട്ടൊന്നുമില്ല. ഇങ്ങനെ ചെറുതായിട്ട് പൊങ്ങി വരുന്നുണ്ട്. കുറേ വർഷം പൊങ്ങിയില്ലായിരുന്നു കേട്ടോ. ഒരു 2 വർഷം പൊങ്ങാതെ അതുപോലെ കൊണ്ടുവന്ന് വെച്ചതുപോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പൊങ്ങിക്കൊണ്ടിരിക്കുക. ഇത് കണ്ട ഫാഷൻ ഫ്രൂട്ട്. ഇങ്ങനെ ഉണങ്ങി വന്നാണ് മൊത്തത്തിൽ ഒരാളവിടെ തലം വെച്ച് പോയി നോക്കുമായിരുന്നു. റുബി നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നേ. കണ്ടോടന്ന് ഓടിക്കളഞ്ഞ്. പാഷൻ ഫ്രൂട്ട് ഉണങ്ങി കിടക്കുമായിരുന്നേ. ഇതിപ്പോൾ ചെറുതായിട്ടിങ്ങനെ കിളുത്തുകൊണ്ടിരിക്കുമോ. പുതിയതൊക്കെ വന്ന് ഉഗ്രായിട്ട് ഒരാളെ കൂടി കാണിക്കാവേ. ഇതോ നെല്ലിപ്പുളി. എങ്ങനെ എത്ര ഉള്ള ഒരു രക്ഷയില്ല. ഇതുകൊണ്ട് ഫുൾ ടൈം ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ നോക്കിയാൽ മുകളിൽ നോക്കിയാൽ ഇഷ്ടംപോലെ ഉണ്ട്. കഴിക്കാൻ ആരുമില്ലെന്നേ ഉള്ളൂ. ഓക്കെ, ഓരോരോ കമ്പിലും 1000 ഉണ്ട്. ഇവിടെ പക്ഷെ ഈ ഒരു നെല്ലിക്കയുടെ
നെല്ലിപ്പുഴ മരം കൊണ്ടേ നമുക്ക് നല്ല തണലാണ്. ഇത് ഉണ്ടോ, ഇത്രയേ ഉള്ളു. നെല്ലിക്കയുടെ ഇതിൽ ഒരു ചെറിയ ചെടിയും പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് അമ്മച്ചി കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ നിന്ന്. ഇതിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് വരത്തില്ല. ഇതോ പിന്നെ ഇവിടെ ഒരാളുണ്ട്, ചീര, റെഡ് സ്പിനിച്ച്. അത് കയറിയിരിക്കുന്ന ഏതിലാണെന്ന് മനസ്സിലായോ? ഞാൻ പല വീട്ടിൽ ഈ ചെടി കാണിച്ചിട്ടുണ്ട്. ഏതാണെന്ന് മനസ്സിലായോ? മറ്റേ ബദാം. ഇത് ഇത്ര വലുതായിപ്പോൾ. ഇപ്പം നെല്ലിക്കയായിട്ട് നിൽക്കുന്നതുകൊണ്ട് എത്ര വലുതായെന്ന് മനസ്സിലാവത്തില്ല പെട്ടെന്ന്. അത്യാവശ്യം എൻ്റെ കാലം ആയിട്ടുണ്ട്. ഒരു 6.5 ഫീറ്റ് ഉണ്ട് ഇപ്പോൾ. ഒരാളെ കൂടെ കാണിക്കാൻ ഞാൻ വിട്ടുപോയി. ഇത് കണ്ട, ഇതാണ് എന്താ പറയുന്നത്, ഡേറ്റ്സ്. തനിയെ വന്നതാണേ, ഞാൻ വെച്ചൊന്നുമല്ല കേട്ടോ, വെച്ച് പിടിപ്പിച്ചൊന്നുമല്ല. തനിയെ കിളുത്ത് വന്ന് വന്ന സ്ഥിതിക്ക് വരട്ടെ എന്ന് വിചാരിച്ച് വിട്ടതാണ്. നല്ല പൊങ്ങി വന്നേട്ടാ. ഇത്ര ഹൈറ്റിലുണ്ട് ഇപ്പോൾ. ഓക്കെ, നല്ല ഹൈറ്റില്ല. പിന്നെ ഇവിടെ ഒരാളിങ്ങനെ കുറേ പപ്പായിട്ട് നിൽക്കുക. ഈ പപ്പായ ഞാൻ വെച്ചതല്ല, തനിയെ ഇളുത്ത് വന്നതാണ്. ഇളുത്തൊന്ന് പറിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങ് വെച്ചാണ്. ഇഷ്ടംപോലെ പപ്പായ ഇപ്പോൾ പിടിച്ചിരിക്കുക. ഇവിടെ ഉള്ള നോക്കിയാൽ പമ്മി ഇരിക്കുക. തണുപ്പാണേ, അതുകൊണ്ട് വിഷമിച്ചിങ്ങനെ ഇരിക്കുക. റൂബി, ഹായ്. ഇതേണ്ട, ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴേ എൻ്റെ ഹസ്ബൻഡ് ഒരു സുഹൃത്ത് അവരുടെ വീട്ടിലിരുന്ന കുരുമുളക് ഞങ്ങൾക്ക് കൊടുത്തു വിട്ട്. ബുഷ് പെപ്പർ ഇത്രേ ഉള്ളൂ, പക്ഷെ നല്ല ഭംഗിയായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇവിടുത്തെ ഒരു മുളക് ചെടി വേണ്ട. പേരയ്ക്ക ഒരു കമ്പിൽ എന്തുമാത്രമാണ് പൂത്തിരിക്കുന്നത്. ഓക്കെ, ഫുള്ളിങ്ങനെ പൂത്ത് നിൽക്കുക. എല്ലാ കമ്പിൽ നിറച്ച് പൂവും കായ്ക്കുക. ഇന്ന് കുറച്ച് മെഡിസിൻ അടിച്ചു കൊടുക്കണം. അപ്പോൾ എങ്ങനെ ഉണ്ട് എൻ്റെ ഗാർഡൻ? ഇതിവിടെ ഇങ്ങനെ ടെറസിൽ നിന്ന് കാണിക്കുന്നതാണ്. ഓക്കെ, ഇതിങ്ങനെ ടെറസിൽ ചാന്ന് നിൽക്കുക. ഇവനെ കഴിഞ്ഞ ഞാൻ ചോദിച്ചിട്ടായിരുന്നു, ഫാഷൻ ഫ്രൂട്ട് ഇങ്ങനെ ഉണങ്ങിപ്പോരുന്നു, എന്തോ ഒരുമാതിരി ഇതായിക്കൊണ്ടിരിക്കുമായിരുന്നു. ഈ പ്രശ്നം കുഴപ്പമില്ല, തനിയെ വന്ന്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇതാ കായ്ച്ച് പൂക്കി വരാൻ തുടങ്ങി. ഇതോ ഇടകൊണ്ട് നല്ല രസമല്ലേ കാണാൻ? നെല്ലിക്കിങ്ങനെ അതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഉറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ സൗണ്ടാണ് ഇവിടെ ഒക്കെ കമ്പിൽ ഈ തണ്ട് ഇവിടെ ഇങ്ങനെ ഉറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ അയ്യോ സൗണ്ട് വന്നുകൊണ്ടിരിക്കുക. നെല്ലിക്കണ്ട, ഇഷ്ടംപോലെ നെല്ലിക്കണം. അപ്പോൾ ശരി, ബായ്.